നടിയെ ആക്രമിച്ച കേസിൽ നീതി കിട്ടിയില്ലെന്ന് CPIM മുഖപത്രം ദേശാഭിമാനി. ദിലീപിനെ വെറുതെ വിട്ടതോടെ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ലെന്ന് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നുണ്ടെന്ന് ദേശാഭിമാനിയിലെ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. സാമാന്യ നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തിന്റെ വിലയിരുത്തൽ. സർക്കാർ എത്രയും പെട്ടെന്ന് അപ്പീൽ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും കഠിനയത്നം നടത്തിയെന്നും നീതിയുടെ വാതിൽ അടയുന്നില്ല എന്ന തലക്കെട്ടോടു കൂടിയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദിലീപിനെ വെറുതെ വിട്ടതിന് കോടതി പറയുന്ന കാരണം എന്തെന്നറിയാൻ വിശദമായ വിധിന്യായം പരിശോധിക്കേണ്ടതുണ്ടെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. 6 പ്രതികളും ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്ന് കോടതി അംഗീകരിച്ചു. അതേസമയം ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് ആരെന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ടെന്നും അതിനുത്തരം കിട്ടേണ്ടിയിരിക്കുന്നുവെന്നും ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. കേസിന്റെ തുടക്കം മുതൽ സർക്കാർ അതിജീവിതയ്ക്കൊപ്പം തന്നെ നിന്നു. ഓരോ ഘട്ടത്തിലും അതിജീവിതയുടെ താൽപര്യപ്രകാരമാണ് സർക്കാർ മുന്നോട്ടു പോയത്. അപ്പീൽ നടപടികൾ ഉടൻ തന്നെ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. ദിലീപിനെ വെറുതെ വിട്ടതോടെ തന്നെ ശാരീരികമായും മാനസികമായും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട നടിക്ക് പൂർണ്ണനീതി ലഭ്യമായിട്ടില്ലെന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും സാമാന്യ നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നുണ്ടെന്നും ലേഖനത്തിൽ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് നടിയെ ആക്രമിച്ച കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ശിക്ഷാവിധി വന്നത്. കേസിലെ 1ാം പ്രതിയായ പൾസർ സുനിക്ക് 20 വർഷം കഠിന തടവും വിവിധ കേസുകളിലായി 3 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. കേസിലെ 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെല്ലാം 1ാം പ്രതിക്ക് നൽകിയിരിക്കുന്ന 20 കൊല്ലം കഠിന തടവ് തന്നെയാണ് വിചാരണ കോടതി വിധിച്ചിരിക്കുന്നത്.